ഹായ്. നമ്മളിതെൻ്റെ ടൂറിൻ്റെ തയ്യാറെടുപ്പാണ്. ഇതേണ്ട വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്. എല്ലാവരും ബാഗൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. എല്ലാവരും ഇറങ്ങി കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായി, എന്നാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനും ഇറങ്ങി. ഞങ്ങൾ ആ വെട്ടം കാണുന്നുണ്ട്, അതാണ് നമ്മുടെ ബസ്. കുറച്ചങ്ങ് ദൂരെയായിട്ട്, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്താണ്. ഇതാണ് ജോബിന. ഇപ്പോൾ ഹായ്, ഇത് ജെമി. ജോബിനയുടെ കൂടെ ഉണ്ടായിരുന്നതാണ് എൽസ. ഇപ്പോൾ ഈ കണ്ടല്ലേ ഒരു ബ്ലൂ, അതാണ് ഗ്രേസ്. ഗ്രേസിൻ്റെ കല്യാണമാണ് ഓഗസ്റ്റ് മാസം. രണ്ട് വലിയ വലിയ ബാഗൊക്കെ ആയിട്ടാണ്. എല്ലാവർക്കും ബാഗുണ്ട് കേട്ടോ. എല്ലാവരും ഡിക്കിയിലാണ് ആ ബാഗ് വെക്കാൻ പറഞ്ഞേക്കുന്നത്. ഞാനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനും അത് വെച്ച്. ഇതാണ് അർച്ചന ചേച്ചി. അർച്ചന ചേച്ചി കമ്മലൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് വന്നേ. വണ്ടി നല്ല റെഡ് കളറാട്ടോ ഇൻസൈഡൊക്കെ. ഇതെൻ്റെ കയറി. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ആദ്യം കയറണേന്ന്. പക്ഷേ ഉണ്ടല്ലോ, കുറേ പേര് വന്ന് സീറ്റൊക്കെ വാങ്ങിക്കല്ലേ, സീറ്റൊക്കെ എടുത്തു. എന്നിട്ട് എനിക്കാണെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടിയില്ലെന്ന്. ഞാൻ വിൻഡോ സീറ്റ് ഇരിക്കാൻ വേണ്ടി ഇരുന്നോ. പക്ഷേ എനിക്ക് നടുക്ക് എവിടെയെങ്കിലും വിൻഡോ സീറ്റാണ് നോക്കിയത്. പക്ഷേ എല്ലാവരും വിൻഡോ സീറ്റ് പിടിച്ചു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഏറ്റവും പുറകിൽ പോകേണ്ടി വന്നു. അയ്യോ, എനിക്കാണെങ്കിൽ തലകറക്കമായിരുന്നു. എനിക്കാണെങ്കിൽ ഇംബാലൻസിൻ്റെ തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുത്ത് ആകെ കുളമായിപ്പോയിട്ട് ഇച്ചിരി. അതാണ് ലിയ. ഈ വരുന്നത് ലിയ എന്തോ തപ്പി വരുവാന്ന് തോന്നണം ആ വരവ് കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. ഞാൻ കാണിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഇടയ്ക്ക് ഗുളി കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഇവിടെയാണ് എത്തിയപ്പോഴാണോ, ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുമായിരുന്നു. വണ്ടി ഇവിടെ ഒന്ന് സ്ലോ ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്തപ്പം ഞാൻ പിന്നെ ഇപ്പോഴാണ് ഒന്ന് എഴുന്നേക്കുന്നത്. എനിക്കൊന്നൊരു പെരുമ്പാവൂർ എടുത്താന്ന് തോന്നുന്നു ഈ സ്ഥലം. അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു സ്ഥലം, എനിക്ക് അത്ര ഓർമ്മയില്ല. ഞങ്ങൾ ഇവിടെ ഇച്ചിരി സ്ലോ ആയി വണ്ടി, കാരണം അവിടെ എന്തോ പണി നടക്കും. ഇങ്ങനെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇങ്ങനെ പയ്യെ പിന്നെ വണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഞാൻ ഇടയ്ക്കെടുത്ത വീഡിയോയാണ്. എനിക്ക് അങ്ങനെ ഇച്ചിരി പരിപാടിയുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു, ഹമ്പെങ്ങാനും ചാടി ഫോണെങ്ങാനും താഴെ പോയാലോ എന്ന്. ഞാൻ ഇങ്ങനെ പുറകുവശം. ഇതെവിടെയാണ്? ഇത് നമ്മുടെ മലപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ തേക്കുംകാടൊക്കെയുള്ള ഇത് പേര് പറയുമല്ലോ. അവിടെയാണ്. തേക്കൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, നീലഗിരിയോ? നീലഗിരിയല്ല, വേറൊരു സ്ഥലം. അവിടെയാണ് ആ ഒരു സ്ഥലം. അവിടെ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തത്. മറയൂർ ശർക്കരയാണല്ലോ. അല്ല, ഇത് വേറൊരു സ്ഥലമാണ്. തേക്കൊക്കെ ഉള്ളൊരു സ്ഥലം. അങ്ങനെ പോയി. കുറേ കാട് പോലത്തെ സ്ഥലമൊക്കെ. ഇവിടെ എന്തൊക്കെയോ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപകട മേഖലയാണ് കേട്ടോ. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി പയ്യെ പോകണമുണ്ടോ. എനിക്ക് തോന്നുന്നു ഹമ്പൊക്കെ ഉണ്ട് അവിടെ, അതായിരിക്കും അവരിങ്ങനെ പയ്യെ ഇതൊക്കെ പയ്യായിട്ട് വണ്ടി പോകണത്. എന്താണെന്ന് എനിക്കറിയില്ല, ഇത്രയും സ്ലോയിലായിരുന്നു പോയത്. വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയി, കാരണം ഭയങ്കര ചാട്ടമായിരുന്നു. ഞാൻ ഏറ്റവും പുറകെ സീറ്റിലും കൂടെ അല്ലായിരുന്നു. ചാടി നടുവൊക്കെ ഒന്ന് ഇളകിയെന്ന് പറയാം. അങ്ങനെ അതാണ് നിലമ്പൂർ തേക്ക്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് അടുത്ത് എഡിറ്റ് ചെയ്ത് ഞാനങ്ങ് ആലോചിച്ച് അപ്പോഴാണ് കിട്ടിയത്. അതൊരു അത്യാവശ്യം നല്ലൊരു കാട് പോലൊരു സ്ഥലമാണ് കേട്ടോ. കാടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് അത്യാവശ്യം നല്ലൊരു കാട് പോലത്തെ ഒരു പ്രദേശം. പക്ഷേ ഇത് കഴിയുമ്പോൾ കാണാം അത്യാവശ്യം നാട്ടുമ്പുറം പോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ. പക്ഷെ കൊള്ളാം കേട്ടോ. അവിടെയൊക്കെ മാങ്ങയൊക്കെ, ഇത് മാങ്ങ കേട്ടോ, മാങ്ങയൊക്കെ വിൽക്കുന്നു. എന്നുവെച്ചാൽ അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന വഴി തന്നെയാണ്, അതുകൊണ്ടായിരിക്കാം ഇതുപോലെ കച്ചവടങ്ങളൊക്കെ. എനിക്കൊന്ന് അതിൻ്റെ അകത്തൊരു വന്യമൃഗത്തിൻ്റെ ഫോട്ടോ ഒക്കെ, എനിക്കൊന്ന് കാട്ടുപോത്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ ഈ കാട് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു സെറ്റപ്പ്. ശരിക്കും ഈ കാടൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പം വല്ല നാടാണോ കാടാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു സ്ഥലം. വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് സ്ലോ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് കാട് ക്രോസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ ചുരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹോട്ടലുണ്ട്. ഓൾമോസ്റ്റ് കുറേ വണ്ടിക്കാർ അവിടെ നിന്നാണ് തോന്നുന്നു ഫുഡ് കഴിക്കുന്നത്. നമ്മൾ രാവിലത്തെയാണോ അല്ല, രാവിലത്തെ ശരവണ ഭവനിൽ നിന്നാണ്. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിപ്പം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇഷ്ടമുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ ചിക്കൻ അല്ലാത്ത ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് വെച്ചേക്കും. പിന്നെ അവിടെ നിന്ന് ചുരം കയറി. നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ, മേളിൽ നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് അങ്ങ് താഴെയാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് കേട്ടോ. വലിയതെന്ന് വെച്ചാൽ അത്യാവശ്യം ഫുഡൊക്കെ നല്ല ഫുഡാണ്, നല്ല കസ്റ്റമർ സർവീസാണ്, നല്ല ഒരു ഹോട്ടൽ.
ഇതിങ്ങനെ കുറേ കറങ്ങി. എല്ലാവരും പേടിച്ചു, ചുരം കയറുമ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കും അങ്ങനെ ഇങ്ങനെ. പക്ഷെ അങ്ങനെ ആർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ബാക്ക് സീറ്റ് ആയതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്നും പറയണ്ട, ഭയങ്കര പാടായിരുന്നു ഇരുന്ന് പോകാനൊക്കെ. എന്നുവെച്ചാൽ ഭയങ്കര വണ്ടിക്ക് ചാട്ടമായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഭയങ്കര യാത്ര അടിപൊളിയായിരുന്നു, പക്ഷെ എന്നാൽ പോലും ഭയങ്കര കഷ്ടമായിരുന്നു ബാക്ക് സീറ്റ്. നിങ്ങളിനി ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ബാക്ക് സീറ്റിലൊക്കെ ഒരുപാട് അങ്ങോട്ട് പോയി ഇരിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ആ ഒരു ഫോണിൽ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ വീഡിയോസ് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ 2 ഫോണിലായിട്ട് എടുത്തത്. മറ്റേ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് അയച്ചപ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഒന്നും ആയില്ലായിരുന്നു, സെൻഡ് ആയില്ല. ഞാൻ അതിൻ്റെ അറിയാണ്ട് തന്നെ മറ്റേ ഫോണിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആക്കി പോവുകയും ചെയ്തു, കളയുകയും ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ സൈഡിൽ കൂടെ, ഇതിൻ്റെ പ്രധാന പരിപാടിയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക. എങ്ങാനും കയ്യിൽ നിന്ന് ഫോൺ പോയോ ഉണ്ടല്ലോ, തീർന്നു. ആ ഇരിക്കുന്നത് അഭിലാഷയാണ്. ഇങ്ങനെ ആ സൈഡിൽ എന്താ കുരങ്ങന്മാരെയൊക്കെ ഇവിടെ കാണാം കേട്ടോ. കുരങ്ങന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടു. ഇങ്ങനെ അങ്ങനെ കുറേ ഇങ്ങനെ അങ്ങ് പോകണം. പക്ഷെ നല്ല രസമുണ്ട്. ഞാനൊക്കെ ഇല്ലേ മറ്റേ തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് ഓവർകോട്ടൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ തണുപ്പ്, ഓവർകോട്ട് ഇടാനും മാത്രമുള്ള ഒരു തണുപ്പും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയതാണോ, അങ്ങനെ ആരും ഇട്ട് ഞാൻ കണ്ടുമില്ല. അങ്ങനെ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി പനിയായിട്ട് പോയവർക്ക് പോലും തണുപ്പ് ഫീലൊന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെയൊക്കെ വണ്ടി അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. എന്നാലും സ്ലോ ആണ്, എന്നാലും ആവശ്യത്തിന് സ്പീഡായിട്ട് നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന നല്ലൊരു 2 ഡ്രൈവേഴ്സായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. ഞാൻ എടുത്ത വീഡിയോ കുറച്ച് ചെരിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ഇത് റീൽസ് ഇടാൻ വേണ്ടി എടുത്തതാണ്, പക്ഷെ അത് ഇതിൻ്റെ അകത്തേക്ക് ആഡായിപ്പോയി. ആ സാരില്ല, ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. ഇതിപ്പോൾ ഇനി ഇങ്ങനെ കുറേ ഉണ്ടോ ആവോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും നിലമ്പൂരത്തേക്ക് തന്നെയാണ്. പക്ഷേ ഇത് നിലമ്പൂരത്തേക്കല്ലായിരുന്നു, ഇത് വേറെ ഏതോ ഒരു സ്ഥലം. പക്ഷേ ഇതും കൂടുതലും തേക്ക് തന്നെ. തേക്കാണോ, തേക്ക് പോലത്തെ കുറേ മരങ്ങളായിരുന്നു കേട്ടോ. അത്യാവശ്യം തടിയുള്ള നല്ല ഇതായിട്ടുള്ള മരങ്ങൾ. ഇതങ്ങ് ബ്ലറായിപ്പോയി, കാരണം മഴയുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കുറച്ച് ബ്ലറായി അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ഇതും കാട് ഏരിയ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഉൾക്കാടിലേക്ക് കയറിയ സമയത്ത് എടുത്ത വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ. അങ്ങ് തമിഴ്നാട് ആ സംഭവം. കാരണം അങ്ങോട്ട് കുറേ വാഗമരങ്ങൾ കണ്ടു കേട്ടോ. ഈ പൂക്കൾ അടിപൊളിയാണ്. ഈ വാഗമരത്തിന് റെഡ് കളർ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഭയങ്കര രസമാണ്. നല്ല വൈകുന്നേരമായിട്ടോ ഈ സമയമൊക്കെ. അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്, വലിയ കുഴപ്പമില്ല. അങ്ങനെ നല്ല കുറേ അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് കേട്ടോ. പോകണം ഞാൻ എനിക്കില്ലേ, പണ്ട് തമിഴ്നാടെന്നൊക്കെ വെച്ചാൽ അത്ര മരങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. തമിഴ്നാടല്ല, ഇങ്ങനെ കേരളത്തിന് വെളിയിലേക്ക്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉണ്ട്. നല്ല റോഡാട്ടോ, പോയ വഴിയൊക്കെ മെയിൻ റോഡൊക്കെ നല്ല റോഡാണ്. അങ്ങനെ കുണ്ടും കുഴിയും അങ്ങനെയൊന്നും ഇല്ല, അത്യാവശ്യം നല്ല വഴി. നമ്മൾ മൈസൂർ എത്തിയ സമയത്ത് എടുത്ത ഞാൻ വീഡിയോയാണിത്. നമ്മൾ മൈസൂർ എത്തിയിട്ടോ. ബാക്കി വീഡിയോ ഒക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്.